ആരാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ ചാരൻ എന്നോർത്ത് പരക്കം പായുകയാണ് കോൺഗ്രസുകാർ. സുരേഷ് ഗോപിയുടെ താരപ്രഭ കണ്ട് ഇനിയും കണ്ണു മങ്ങുന്ന കോൺഗ്രസുകാർ അവരെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തുന്ന തെരച്ചിലും. അപ്പോൾ ടി.എൻ. പ്രതാപ തൃശ്ശൂർ കോൺഗ്രസിലെ ചാരൻ താങ്കളാണോ എന്ന് വ്യക്തമാക്കണം. എന്താണ് പാർട്ടി വിട്ട പത്മജയുമായുള്ള താങ്കളുടെ ബന്ധം? ലീഡറുടെ മകൾ പാർട്ടി വിട്ടു എന്നേ പോയി. മകൻ പക്ഷെ താങ്കൾക്കൊപ്പമായിരുന്നു. അപ്പോൾ താങ്കൾ ആർക്കൊപ്പമാണ് ആയിരുന്നു? ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ അത് പറയേണ്ടി വരും. താങ്കൾ ഒരൊറ്റയാൾ ഉണ്ടാക്കി വെച്ച പൊട്ടലും ചീറ്റലുമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. ഇതാണ് കെ മുരളീധരൻ പറയുന്നത്, മറ്റു പാർട്ടിക്കാരും പറയുന്നത്, രാജിവെച്ച DCC ഭാരവാഹികളും ഇത് തന്നെയാണ് പറയുന്നത്. അല്ലെന്ന് തെളിയിക്കാൻ താങ്കളുടെ പക്കൽ എന്തുണ്ട്? എന്തായാലും ഇത്തവണ മുരളിക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പണി കൊടുക്കരുതായിരുന്നു അവസാനം. മുരളീധരൻ ചോദിച്ച ചെലവ് പിരിവ് കണക്കും കൊടുക്കാതെ താങ്കൾ കാണിച്ച പണിയുണ്ടല്ലോ, അത് മറക്കില്ല ഒരു കാലത്തുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പാവം, താങ്കൾ കാരണം രാഷ്ട്രീയ ഭാവി വരെ അടച്ചുപൂട്ടുകെട്ടി വീട്ടിലിരിക്കുകയാണ് കെ മുരളീധരൻ. പ്രതാപ, താങ്കൾക്ക് എങ്ങനെ മനസമാധാനത്തോടെ കോൺഗ്രസിൽ ഇനി കഴിയാൻ തോന്നും? താങ്കളും പത്മജയുടെ വഴിയെ വിടുന്നതാകും നല്ലത്. കോൺഗ്രസിലെ പരാജയവും അതേ തുടർന്നുണ്ടായ പൊട്ടിത്തെറികൾക്ക് ശേഷം പോസ്റ്റർ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതാ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെതിരെയും അനുകൂലിച്ചുമായിരുന്നു പോസ്റ്ററെങ്കിൽ ഇപ്പോൾ ടി.എൻ. പ്രതാപിനെതിരെയാണ് പോസ്റ്ററുകൾ നിരന്നത്. കോൺഗ്രസിലെ തകർച്ച തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒത്തൊരുമയില്ലായ്മയും വോട്ടുമരകളും പരസ്പരം പഴിചാരലുമാണ് കുറച്ചു കാലമായി തൃശ്ശൂർ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സമയം തൊട്ടേ കേട്ടുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കെ മുരളീധരൻ ടി.എൻ. പ്രതാപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കാരണം എല്ലാം കൈവിട്ടുപോയെന്ന് എപ്പോൾ കെ മുരളീധരൻ മനസ്സിലായോ അപ്പോൾ തൊട്ട് പ്രതാപൻ ശത്രുപക്ഷത്തായി. കണക്ക് അവിടെ നിന്ന് പലവട്ടം മുരളീധരൻ ചോദിച്ചിട്ടും പ്രതാപൻ മുരളിക്ക് കണക്ക് കൊടുത്തില്ല. താനാരാ കണക്ക് ചോദിക്കാൻ എന്നായിരുന്നു പ്രതാപന്റെ മറുചോദ്യം. പണം മുടക്കിയ മുരളിക്കല്ലാതെ എന്ന് മറ്റാർക്കും ചോദിക്കാൻ മുരളിക്കല്ലാതെ മറ്റാർക്ക് പറ്റും? സാമ്പത്തികമായി പ്രതാപന് ആർത്തിയാണെന്നാണ് മുരളീധരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും രൂക്ഷ വിമർശനവുമായി ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്ററുകൾ വന്നിരിക്കുന്നു. ഇനി മുരളിയാണ് അതിന് പിന്നിൽ? ഇല്ല, മുരളീധരൻ ഞാൻ ഇനി ഒരിക്കലും ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല എന്നിപ്പോൾ ശബ്ദമെടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ആരാകും? കണ്ടറിയണം. പാർട്ടി ഒറ്റുകൊടുത്ത RSS സംഘപരിവാർ ഏജന്റാണ് ടി.എൻ. പ്രതാപൻ എന്നാണ് തൃശ്ശൂരിൽ ഇപ്പോൾ പലയിടത്തും വരുന്ന പോസ്റ്ററുകൾ ആരംഭിക്കുന്നത്. പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും പ്രതാപൻ വഞ്ചിച്ചു, കൂടെ നിന്നുകൊണ്ട് പാർട്ടിയെ ചതിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോസ്റ്ററിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് പ്രതാപനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പല കോണുകളിൽ നിന്നും. പ്രതാപനെതിരെ അച്ചടക്ക നടപടി നിർബന്ധമായും എടുക്കണമെന്ന ആവശ്യവും പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. RSS സംഘപരിവാർ ഏജന്റ് ടി.എൻ. പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക, ടി.എൻ. പ്രതാപൻ തൃശ്ശൂർ കോൺഗ്രസിന്റെ ശാപം എന്നൊക്കെയാണ് പോസ്റ്ററിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അക്ഷരത്തെറ്റൊന്നുമില്ല, അവരുടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത്തവണ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ ബി.ജെ.പിക്ക് വലിയ തരത്തിൽ തൃശ്ശൂരിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫലം വന്നപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു കയറി എന്നായി പറച്ചിൽ. ഇതിന്റെ പിന്നിൽ പ്രതാപനാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. ആ തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്ററാകുമ്പോൾ ഒരു പ്രസ്താവന സത്യമാണെന്ന്, ആ പ്രസ്താവനകളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്നു. തോൽവിക്ക് പിന്നാലെ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ബി.ജെ.പിയിലേക്കുള്ള ഒരു കൂറുമാറ്റം വലിയ നാണക്കാടാണ് ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെ അത് തേച്ച് മെഴുകി കളയുമെന്നാണ് ഇപ്പോൾ KPCC ആലോചിക്കുന്നത്. DCCയിലെ കൂട്ടത്തല്ലിനെ തുടർന്ന് ജോസ് വെള്ളൂരിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി VK ശ്രീകണ്ഠന് ചുമതല കൊടുത്തു. പരസ്യപ്രതികരണം നടത്തുന്നതിനും DCC മുതൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിനും വിലക്കുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ പ്രതാപനെതിരെ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം തൃശ്ശൂരിലെ തോൽവി പഠിക്കാൻ KC ജോസഫ് ഉപസമിതി മുമ്പാകെ കാണാൻ പാടില്ലാത്തതൊക്കെ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുമെന്നതിൽ ഒരു സംശയമില്ല. എന്തായാലും പ്രതാപനെതിരെ പ്രവർത്തകർ ഇപ്പോഴും ഇനി അങ്ങോട്ടും ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പായി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.